അരുൺ, ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ആശ്വസിക്കാനുള്ള വകയുണ്ട്, ശിക്ഷാവിധി 3 വർഷമായി കുറയുന്നു എന്നത്. അതേസമയം തന്നെ നിയമസഭാംഗത്വം റദ്ദായി എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഈ കോടതിക്ക് ഇതിൽ വിധി പറയാൻ പറ്റുമോ എന്നതുൾപ്പെടെയുള്ള വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്? 10 വർഷത്തിന് മുകളിൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതിക്ക് വിധി പറയാൻ കഴിയില്ല. ഉയർന്ന കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ വാദിച്ചത്. എന്നാൽ അങ്ങനെ വാദം വച്ചുവെങ്കിലും അതിന് മതിയായ കാരണങ്ങൾ നിർത്താൻ പ്രോസിക്യൂഷൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായം വായിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചത്. ഈ കോടതി തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമായിക്കൊണ്ടാണ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. അതിലാണ് ആന്റണി രാജുവിന് ഈ വിവിധ വകുപ്പുകളിലായി ഈ 3 വകുപ്പുകളിലായി 3 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയും ആ ശിക്ഷ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ ഒരു ഫലമെന്ന് പറയുന്നത് ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദായി. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ, ഒരു നിയമസഭാ സാമാജികന് 2 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ ലഭിച്ചാൽ അപ്പോൾ തന്നെ സ്വാഭാവികമായി നിയമസഭാ അംഗത്വം റദ്ദാവും. രാജിവെക്കേണ്ടത് ആവശ്യം പോലും ഉണ്ടാകില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആന്റണി രാജുവിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ആന്റണി രാജു അല്പസമയത്തിനകം പുറത്തേക്ക് വരും. 3 വകുപ്പുകളിലായി 120B അനുസരിച്ച് 6 മാസം, 201 വകുപ്പ് അനുസരിച്ച് 3 വർഷവും 10,000 രൂപ പിഴയും, 193 പ്രകാരം 3 വർഷം, 425 പ്രകാരം 2 വർഷം എന്നിവയാണ് ആന്റണി രാജു ലഭിച്ച ശിക്ഷ. 1 പ്രതിക്ക് 409 പ്രകാരം 1 വർഷവും 5,000 രൂപ അധിക പിഴയും കൂടിയുണ്ട്. ഏതായാലും 2 പ്രതികൾക്കും ഈ കോടതി തന്നെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 പ്രതികൾ ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരില്ല. അവർക്ക് മേൽക്കോടതികൾ അപ്പീൽ പോകാം. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ, നിയമസഭാ സാമാജിക നിലയിൽ ആന്റണി രാജുവിന് തന്റെ അംഗത്വം നഷ്ടമായിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ MLA ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേസ് ഉണ്ടാക്കുന്നു. 2ാം തവണയാണ് ഇതേ കേസിന്റെ പേരിൽ ആന്റണി രാജുവിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയാതെ പോകുന്നത്. അതാദ്യം 2006-ലായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. VS അച്യുതാനന്ദനാണെന്ന് ഇടതുമുന്നണി നയിക്കാൻ നിയോഗിക്കപ്പെട്ടത്. VS ഒരു കാരണവശാലും ഇത്തരമൊരു കേസിന്റെ പ്രതിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുക്കുകയും സീറ്റ് കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആന്റണി രാജു അന്ന് മത്സരിക്കാൻ കഴിയാതെ പോയി. പിന്നീട് അദ്ദേഹം 2014-ലും 21-ലും മത്സരിച്ചു. 2016-ൽ പരാജയപ്പെട്ടു. 2021-ൽ മത്സരിച്ച് വിജയിച്ചു. രണ്ടാം പിണറായി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി 2.5 വർഷം അദ്ദേഹത്തിന്റെ ടൈം അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ആന്റണി രാജുവിന് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഉണ്ടാകുന്നത്. ഇത്തവണ അദ്ദേഹം കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷം ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു. ആന്റണി രാജുവിന് നിയമസഭാ അംഗത്വം അതുവഴി നഷ്ടമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആന്റണി രാജുവിന് പക്ഷേ ജയിലിലേക്ക് പോകേണ്ടി വരുന്നില്ല എന്ന് ആശ്വസിക്കാം. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ വിധി കേൾക്കുന്നതിനായി അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് 2:30 മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിരപരാധികളും ശിക്ഷിക്കപ്പെടാം, എല്ലാവരും കേസിൽ ശിക്ഷിക്കപ്പെടുന്ന എല്ലാവരും, കോടതികൾ ശിക്ഷ വിധിക്കുന്ന എല്ലാവരും അപരാധികളാകണമെന്നില്ല, കുറ്റക്കാരാകണമെന്നില്ല, നിരപരാധികളും ശിക്ഷിക്കപ്പെടാം. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആന്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2 തവണ കണ്ടെത്തിയതാണ്. യഥാർത്ഥത്തിൽ മറ്റു 3 പേരെ പ്രതികളാക്കി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇപ്പോഴും ഉള്ളതാണ്. പക്ഷേ അതിൽ തന്നെ താൻ തെറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ പുതിയ തെളിവൊന്നും കണ്ടെത്തിയ ശേഷമല്ല പ്രതി ചേർത്തത്, അല്ലാതെ തന്നെ പ്രതി ചേർക്കപ്പെടുകയായിരുന്നു. ഏതായാലും ആന്റണി രാജു നിരപരാധി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ അപരാധിയായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആന്റണി രാജു ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ്. അദ്ദേഹം MLA ആണ്. 2ാം തവണയാണ് MLA ആയത്. അദ്ദേഹത്തെ ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. അതോടുകൂടി അദ്ദേഹം നിയമസഭാംഗത്വം നഷ്ടമായിരിക്കുന്നു. തിരിച്ചടിയേറ്റിരിക്കുകയാണ്. 3 വർഷ തടവായി ശിക്ഷ കുറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആന്റണി രാജുവിന് അപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നിയമ പോരാട്ടം തുടരും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും വലിയ ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ നീണ്ടില്ല എന്നതാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ആശ്വാസം എന്നത് പറയാം. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദായിരിക്കുന്നു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ആന്റണി രാജുവിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമില്ല. അല്പസമയത്തിനകം തന്നെ ആന്റണി രാജു പുറത്തേക്ക് വരും. കോടതിയുടെ
കേസിന്റെ വിധി കേൾക്കാനായി കോടതിക്കുള്ളിലേക്ക് പോയിരിക്കുകയായിരുന്നു ആന്റണി രാജു. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി വരുന്നു. IPC 120B പ്രകാരം 6 മാസം, 201 പ്രകാരം 3 വർഷവും 10,000 രൂപ പിഴയും, 193 പ്രകാരം 3 വർഷം തടവ്, 465 IPC 465 പ്രകാരം 2 വർഷം തടവ്, 409 പ്രകാരം ഒന്നാം പ്രതിക്ക് 1 വർഷം തടവും 5,000 രൂപ പിഴയും. ഇതാണ് കോടതിയുടെ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ കോടതിയുടെ പ്രധാന കവാടത്തിൽ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദായത് രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കപ്പെടുകയാണ്. അത് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നു. കോടതിയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. VV അരുൺ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. അരുൺ, നേരത്തെ തന്നെ ആന്റണി രാജുവിനെതിരെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിലായി അരങ്ങേറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോടതിക്ക് മുന്നിൽ തന്നെ, പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെ അത്തരം വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. നേരത്തെ ആന്റണി രാജു കോടതിക്കുള്ളിലേക്ക് പോകുമ്പോഴും KSU പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഒരു പ്രതിഷേധ ബാനറും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിരുന്നു. തൊണ്ടി മുതൽ കട്ടവരെ ആരപ്പ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ബാനർ സ്ഥാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ ആന്റണി രാജുവിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നത്. സർക്കാരിനെതിരെയും പ്രതിഷേധമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആന്റണി രാജു എന്ന നിയമസഭാ സാമാജികനോ ആന്റണി രാജു എന്ന രാഷ്ട്രീയ നേതാവോ ചെയ്ത കുറ്റമല്ല ഇത്. ആന്റണി രാജു എന്ന അഭിഭാഷകൻ ചെയ്ത തെറ്റാണ്. അഭിഭാഷകൻ സ്വാഭാവികമായും ധാർമ്മികമായി പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. അതൊക്കെ കാറ്റിപ്പുറത്തിക്കൊണ്ടാണ് തന്റെ പ്രതിയെ രക്ഷിക്കാൻ ഈ കേസ്. ശരിയാണ്, ആന്റണി രാജു ഇപ്പോഴും അവകാശപ്പെടുന്നത് നിരപരാധിയാണ്. പക്ഷേ കോടതി വിധിച്ചിരിക്കുന്നു ആന്റണി രാജു കുറ്റക്കാരനാണ്. അതായത് തന്റെ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ കൃത്രിമം കാട്ടി. അതും കോടതി ഈ പ്രതിയുടെ സ്വകാര്യ വസ്തുക്കൾ അയാൾക്ക് തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ ഉത്തരവിന്റെ പിൻബലത്തിൽ ആ ഉത്തരവ് മറയാക്കിക്കൊണ്ടാണ് ആന്റണി രാജുവും ഈ കൂട്ടുപ്രതിയും ചേർന്ന തൊണ്ടി മുതൽ അടിവസ്ത്രം മാറ്റി മറ്റൊരു അളവിലേക്ക് മാറ്റി തച്ച് കോടതിയിൽ തിരികെ വെച്ചത്. അതാണ് പിന്നീട് ഹൈക്കോടതിയിൽ ഈ പ്രതിക്ക് തുണയായത്. ആ പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ, ഓസ്ട്രേലിയൻ പൗരൻ ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത്. ആ കേസിലാണ് ഇപ്പോൾ ആന്റണി രാജു ശിക്ഷിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം അഭിഭാഷകരുടെ ധാർമ്മികത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന, അഭിഭാഷക വൃത്തിയുടെ ധാർമ്മികതയ്ക്ക് കൂടി വെല്ലുവിളിയായ, അവർക്ക് കൂടി നാണക്കേടുണ്ടാക്കിയ ഒരു കേസാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിന്യായത്തിലൂടെ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ തന്നെ, നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളൊന്നും അതിനെ കണക്കാക്കാം. കോടതിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ സൂക്ഷിക്കേണ്ട വിഭാഗത്തിലെ ഒരു ജീവനക്കാരൻ, അദ്ദേഹം കോടതി ജീവനക്കാരനാണ്. നീതിപീഠവുമായി ഏറ്റവും അടുത്തെടുക്കുന്ന ആളുകളിൽ ഒരാളാണ്. അഭിഭാഷകൻ നീതി സംരക്ഷിക്കേണ്ട ആളാണ്. അദ്ദേഹവും അങ്ങനെ ഒരാളും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേസ് അട്ടിമറിച്ചത്, വ്യാജ തെളിവുണ്ടാക്കിയത്, അല്ലെങ്കിൽ തെറ്റായ തൊണ്ടി മുതൽ വച്ച് പ്രതിയെ രക്ഷിച്ചത്. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വിധിന്യായം ഉണ്ടായിരിക്കുന്നത്. അതും വർഷങ്ങൾക്ക് ശേഷം 90-ൽ നടന്ന കേസ്, 94-ൽ ആദ്യം ഈ കേസ് നടന്ന ക്രൈമിന്റെ ഭാഗമായി 94-ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് പിന്നീട് വർഷങ്ങൾക്കപ്പുറം 2006-ൽ ആന്റണി രാജുവിനെ പ്രതി ചേർക്കുന്നു.